ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നോക്ക് ദി റെസിപ്പീസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. ആലപ്പി ചിക്കൻ കറി. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ഒരു ചിക്കൻ സ്പെഷ്യൽ തന്നെ ആകാമെന്ന് കരുതി. എല്ലാവർക്കും ഞങ്ങളുടെ അഡ്വാൻസ് ക്രിസ്മസ് വിഷസ്. അപ്പോൾ ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. എന്നാൽ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 800 ഗ്രാം ചിക്കൻ വൃത്തിയായി കഴുകി ചെറുതാക്കി നുറുക്കി 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ്: 1.5 കപ്പ് നാളികേരം, 7 ചുള വലിയ വെളുത്തുള്ളി, 1 മീഡിയം സൈസ് ഇഞ്ചി, 2 മീഡിയം സൈസ് സവാള, 2 തണ്ട് വേപ്പില, 3 ഏലക്ക, 1 കഷ്ണം കറുവപ്പട്ട, 2 വറ്റൽമുളക്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 20 പ്ലെയിൻ കാഷ്യൂ നട്ട് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക്, വെളിച്ചെണ്ണ, ഗരം മസാല എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനൊരു പാനിലേക്ക് 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വന്നാൽ വറ്റൽമുളകും ഏലക്കയും കറുവപ്പട്ടയും ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം നന്നായി മൂത്ത് വന്നാൽ നന്നായി ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചി, സൈഡ് ചരിച്ച് കട്ട് ചെയ്ത പച്ചമുളക്, വേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. ഇതൊക്കെ എല്ലാം നന്നായി മൂത്ത് വരുന്ന സമയത്ത് കനം കുറച്ച് അരിഞ്ഞു വെച്ച സവാളയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കണം. നമ്മൾ ചിക്കൻ സ്റ്റൂവിൽ ചെയ്ത പോലെ സവാള നന്നായി വാടുന്ന വരെ വഴറ്റിയെടുത്താൽ മതി. ബ്രൗൺ നിറമൊന്നും ആകേണ്ട കാര്യമില്ല. ഇനി സവാളയൊക്കെ നന്നായി വാടി വന്നാൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കണം. ചിക്കനിൽ ചേർത്ത മഞ്ഞൾപ്പൊടി കുറവായി തോന്നിയത് കൊണ്ടാണ് ഞാൻ സവാളയിലേക്ക് 1/2 ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി 1.5 കപ്പ് നാളികേരം 1/2 കപ്പ് വെള്ളം ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്ത് ആദ്യത്തെ പാലും രണ്ടാമത്തെ പാലും മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലെ രണ്ടാം പാൽ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്ത് ചിക്കൻ വേവുന്നവരെ അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്ക് മൂടിയൊന്ന് തുറന്നു കൊടുത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എനിക്ക് ഒരു 20 മിനിറ്റിൽ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലെ ചിക്കൻ അനുസരിച്ച് കുക്കിംഗ് ടൈം വ്യത്യാസം വരും. ഇനി ഇത് നന്നായി തിളച്ച് വറ്റി വരുന്ന സമയത്ത് നമ്മൾ കുതിർത്ത് വെച്ച കാഷ്യൂ നട്ട് നന്നായി അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് തിളച്ച് വന്നാൽ പിന്നെ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരത്തിന്റെ 1-ാം പാൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് എല്ലാം നന്നായി ചൂടായി തിളവരുന്ന സമയത്ത് ഉപ്പും എരിവുമൊക്കെ ചെക്ക് ചെയ്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 2 നുള്ള് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കണം. എരിവ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ക്രഷ് ചെയ്ത കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് മൂപ്പിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. എനിക്ക് ഇഞ്ചി ഇങ്ങനെ വാട്ടി കൊടുക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും കൂടുന്നതായി ഫീൽ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇനി കറിക്ക് തിക്നെസ് കൂടുതലായി തോന്നുകയാണെങ്കിൽ 1/4 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാവിടെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി നല്ല ക്രീമി ആയിട്ടുള്ള ആലപ്പി ചിക്കൻ കറി റെഡി. നൂലപ്പം, വെള്ളയപ്പം, ചപ്പാത്തി, നൈസ് പത്തിരി എന്നിവയ്ക്കൊക്കെ ഒപ്പം ഒരു സൂപ്പർ കോമ്പിനേഷൻ ആണ് ഈ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.